എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 28 രൂപ വ്യത്യാസത്തിൽ ആരും കൊതിക്കുന്ന രണ്ട് പ്ലാനുമായി BSNL. ഇന്ത്യയിലെ ടെലികോം രംഗത്തെ വമ്പന്മാർ ജിയോയും എയർടെലും ആണെങ്കിലും ആർക്കും അവഗണിക്കാൻ കഴിയാത്ത ഒരു ശക്തിയായി പൊതുമേഖലാ ഉടമസ്ഥയിലുള്ള ഏക ടെലികോം കമ്പനിയായ BSNL ഇപ്പോൾ രംഗത്തുണ്ട്. ജൂലൈ സ്വകാര്യ ടെലികോം കമ്പനി നടപ്പാക്കിയ നിരക്ക് വർധനയെ തുടർന്ന് BSNLന്റെ പ്രാധാന്യം കുറച്ചുകൂടി ഉറപ്പിക്കപ്പെട്ടു എന്ന് പറയാം. കാരണം സ്വകാര്യ കമ്പനികൾ മാത്രമായാൽ അവർ തോന്നുംപടി നിരക്കുറന്ന് ചേച്ചി ജനത്തെ പിഴിയും. എന്നാൽ പൊതുജനത്തോട് അല്പം പ്രതിബദ്ധതയുള്ള സ്ഥാപനമെന്ന നിലയിൽ മാന്യമായ നിരക്കിലാണ് BSNL റീചാർജ് പ്ലാനുകൾ ലഭ്യമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ടെലികോം മേഖലയെ സ്വകാര്യ കമ്പനികൾ പൂർണ്ണമായി തങ്ങളുടെ വരുതിയിലാക്കപ്പെടാതിരിക്കാൻ BSNL നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തിടെ സ്വകാര്യ കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചപ്പോൾ ഒരുപാട് പേർക്ക് ആളായത് BSNL ആയിരുന്നു. നിരവധി പേർ BSNLിലേക്ക് ആ സമയത്ത് വോട്ട് ചെയ്ത്. ഇങ്ങനെ ഒരു ബദൽ ഓപ്ഷൻ ഉള്ളത് സ്വകാര്യ കമ്പനികൾക്ക് ഒരു ഭീഷണിയും സാധാരണക്കാർക്ക് ഒരു ആശ്വാസവുമാണ്. മറ്റു കമ്പനികൾ നൽകുന്നതിനേക്കാൾ ലാഭകരമായ റീചാർജ് ഓപ്ഷനുകളാണ് BSNL കാണാൻ കഴിയുന്നത്. ഡാറ്റ വേഗതക്കുറവ് ഒരു പോരായ്മയായി ചൂണ്ടിക്കാണിക്കപ്പെട്ടുകൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു വരികയാണ്. ദീപാവലിക്ക് മുമ്പ് 4G വ്യാപന മുന്നേറ്റത്തിൽ നാഴികക്കല്ലാകുന്ന വലിയൊരു പ്രഖ്യാപനം BSNL നിന്ന് പ്രതീക്ഷിക്കാം. കേരളത്തിൽ അടുത്തിടെ 1000 പുതിയ 4G ടവറുകൾ എന്ന നേട്ടം BSNL പിന്നിട്ടിരുന്നു. രാജ്യവ്യാപകമായി BSNL 4G വ്യാപനം 25,000 ടവറുകൾ പിന്നിട്ടതായി കുറച്ചുനാൾ മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. ഈ ദീപാവലിയോടെ 75,000-ലേക്ക് എത്തിക്കാനാണ് BSNL ശ്രമിക്കുന്നത്. അത്രയും എത്തിയില്ലെങ്കിൽ പോലും 50,000 കടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനാൽ BSNL ലഭ്യമായിട്ടുള്ള മികച്ച പ്രീപെയ്ഡ് പ്ലാനുകൾ പ്രയോജനപ്പെടുത്താൻ ഒരിക്കൽ മടിച്ചു നിൽക്കേണ്ടതില്ല. മികച്ച നിരവധി പ്രീപെയ്ഡ് പ്ലാനുകൾ BSNL അവതരിപ്പിച്ചിട്ടുണ്ട്. ചെറിയ തുകയുടെ വ്യത്യാസത്തിലെത്തുന്ന BSNL പ്രീപെയ്ഡ് പ്ലാനുകൾ പോലും വലിയ സന്തോഷങ്ങൾ പകരാൻ കരുത്തുള്ളവയാണ് എന്നതാണ് BSNLന്റെ പ്രത്യേകത. അങ്ങനെയുള്ള BSNLന്റെ രണ്ട് കിടിലൻ പ്ലാനുകളാണ് 319 രൂപ, 347 രൂപ പ്ലാനുകൾ. 119 രൂപയുടെ BSNL പ്ലാനിന്റെ ആനുകൂല്യങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ പ്ലാൻ 60 ദിവസ വാലിഡിറ്റി ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അൺലിമിറ്റഡ് കോളിംഗ്, ആകെ 10 GB ഡാറ്റ, 300 SMS എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യങ്ങൾ. കുറഞ്ഞ നിരക്കിൽ കോളിംഗ് ആനുകൂല്യം സഹിതം കൂടുതൽ വാലിഡിറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലാൻ ഉപകാരപ്പെടും. 347 രൂപയുടെ BSNL പ്ലാനിന്റെ ആനുകൂല്യങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. പ്രതിദിനം 2 GB ഡാറ്റ, അൺലിമിറ്റഡ് വോയിസ് കോളിംഗ്, പ്രതിദിനം 100 SMS എന്നിവയും ചലഞ്ച് അരീന മൊബൈൽ ഗെയിമിംഗ് സേവനം എന്നിവയാണ് ഈ പ്ലാനിലെ പ്രധാന ആനുകൂല്യം. 54 ദിവസമാണ് ഈ BSNL പ്ലാനിന്റെ വാലിഡിറ്റി. ചാനലിന്റെ 319 രൂപ, 347 രൂപ പ്ലാനുകൾ തമ്മിലുള്ള വ്യത്യാസം വെറും 28 രൂപയാണ്. ഇതിൽ 319 രൂപയുടെ പ്ലാൻ വാലിഡിറ്റിയും കോളിംഗും കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അതേസമയം 347 രൂപയുടെ പ്ലാൻ എല്ലാ ടെലികോം സേവനങ്ങളും ഏറ്റവും മികച്ച അളവിൽ ഏതാണ്ട് 2 മാസത്തിനടുത്ത് വാലിഡിറ്റിയിൽ വാഗ്ദാനം ചെയ്യുന്ന പ്ലാനാണ്. 319 രൂപയുടെ BSNL പ്രീപെയ്ഡ് പ്ലാനിന്റെ പ്രതിദിന ചെലവ് വെറും 4 രൂപ 90 പൈസയാണ്. 347 രൂപയുടെ പ്ലാനിന്റെ പ്രതിദിന ചെലവ് 6 രൂപ 42 പൈസയും. സ്വകാര്യ കമ്പനികളുടെ പ്ലാനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ രണ്ട് പ്ലാനുകളും ഒന്നിനൊന്ന് മികച്ചതാണ്. കാരണം ഇതേ ആനുകൂല്യങ്ങൾക്ക് സ്വകാര്യ കമ്പനിയുടെ വരിക്കാർക്ക് 200-300 രൂപ മുകളിൽ അധികമായി നൽകേണ്ടി വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുകയും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.